ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാനിക് അറ്റാക്കിനെ തടയാനുള്ള ചില മാർഗങ്ങളെ കുറിച്ചാണ്. പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് വേദനാജനകവും എന്നാൽ അതിനെ മറികടക്കാനും അവയുടെ തീവ്രത കുറയ്ക്കാനും ഒക്കെ ചില തന്ത്രങ്ങൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ പാനിക് അറ്റാക്ക് എന്താണ് എന്നും അത് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും അതൊക്കെ ഇതിന് മുൻപേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പോൾ പാനിക് അറ്റാക്കിനെ മറികടക്കാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുക, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ദിനചര്യ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഉറക്കം, ഭക്ഷണം, നമ്മുടെ ജോലി സ്ട്രെസ്ഫുൾ ആകാൻ നമ്മുടെ ജോലി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതും എക്സസൈസ് മുതലായ ഡെയിലി ആയിട്ടുള്ള എക്സസൈസുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് സ്ട്രെസ് ഉണ്ടാകാത്ത രീതിയിൽ. ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇന്ന് രാവിലെ യോഗ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും. പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അധികം സ്ട്രെസ്ഫുൾ ആകാത്ത രീതിയിലുള്ള ഒരു ദിനചര്യ സെറ്റ് ചെയ്തെടുക്കുക. രണ്ടാമത്തേതായിട്ട് സ്ട്രെസ്സിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുക. നമുക്ക് സ്ട്രെസ്സിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമ്മൾക്ക് ബന്ധങ്ങളിലൊക്കെ ഒരു അതിർവരമ്പുകൾ നിശ്ചയിക്കുക. നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള ട്രിഗറുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ട്രിഗറിനെ തടയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധ വ്യതിചലിക്കുന്ന രീതിയിലുള്ള വിദ്യകൾ ഉപയോഗിക്കുക എന്ന് പറയും. നമ്മളുടെ ശ്രദ്ധ പാനിക് അറ്റാക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾക്ക് ഇഷ്ടം ചില പ്രവൃത്തികൾ നമുക്ക് എത്ര നേരം ഇരുന്നാലും മടുക്കില്ല അല്ലേ. നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാനിക് അറ്റാക്കും ഉണ്ടാവില്ല, ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. പക്ഷേ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേറൊരു തലത്തിലേക്ക് മാറ്റിവിടാൻ പറ്റിയ പാനിക് അറ്റാക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അത് ചിലവർക്ക് വായിക്കുന്നതിലൂടെ ആയിരിക്കാം, ഒത്തിരി വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ചിലവർക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാനൊക്കെ നമ്മുടെ മനസ്സിനെ മാറ്റിവിടുക. അതുപോലെ പാട്ടുകൾ കേൾക്കുക, നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലവർ അതൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പം ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടാകില്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുക എന്നുള്ളപ്പോൾ നമ്മൾ ആ ഒരു സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് മാറിയിട്ട് നമ്മുടെ മനസ്സിനെ വേറൊരു സ്ഥലത്തേക്ക് ശ്രദ്ധ മാറ്റിവിടുക. ഒന്നും വേണ്ട, ആ ഒരു സന്ദർഭങ്ങളിൽ നിന്ന് അവിടുന്ന് ഒന്ന് ഇറങ്ങി നിങ്ങൾ പ്രകൃതിയിലേക്ക് കുറച്ച് സമയം നോക്കുന്ന കാറ്റൊക്കെ കൊള്ളുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് മനസ്സിന് ശാന്തമായെന്ന് തോന്നാറില്ലേ. അങ്ങനെ നമുക്ക് ശ്രദ്ധ മാറിപ്പോകുന്ന വ്യതിചലിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് മൈൻഡ്ഫുൾനെസ് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം, ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിന് ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഡെയിലി മൈൻഡ്ഫുൾ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ അതുപോലെ തന്നെ പ്രാണായാമം ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്നും പറ്റുന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ദിനചര്യ ഒന്നും കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രെസ്സിൻ്റെ ട്രിഗറുകൾ കുറയ്ക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ശ്രദ്ധ വേറെ തലത്തിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല, മൈൻഡ്ഫുൾനെസ് യോഗയിലൊന്നും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ സഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും സഹായം തേടുന്നതിലൂടെ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും ബിഹേവിയർ തെറാപ്പിയൊക്കെ ചെയ്യുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പാനിക് അറ്റാക്കിന് ഒരു പരിധി നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാനിക് അറ്റാക്ക് അങ്ങേയറ്റം വേദനാജനകമാണ്. അതിനെ മാറ്റാനായിട്ട് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് ഇത് പ്രതിഫലിക്കുന്നത്. അവരെ ട്രിഗറുകൾ മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ട തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ ഒരു പരിധിവരെ പാനിക് അറ്റാക്കിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാനിക് അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ ചികിത്സിക്കാതെ പാനിക് അറ്റാക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ രോഗലക്ഷണങ്ങളും മാറിക്കോളും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് പാനിക് അറ്റാക്കിനെ കുറിച്ച് കൂടുതൽ അറിവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം നമ്പർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.